Good morning students. So നമുക്ക് സെക്കൻഡ് മൊഡ്യൂൾ മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻറ്റ്സ് കണ്ടിന്യൂ ചെയ്യാം. സോ ലാസ്റ്റ് കുറച്ച് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ മെട്രിക്സ് എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെട്രിക്സുകൾ ഏതൊക്കെയാണ്, മെട്രിക്സിൻ്റെ ഓർഡർ എന്താണ്, അതുപോലെ മെട്രിക്സിലുള്ള കുറച്ച് ഓപ്പറേഷൻസ് അഡിഷൻ, സബ്ട്രാക്ഷൻ, സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻസ് ഇതെല്ലാം യൂസ് ചെയ്തുകൊണ്ടുള്ള കുറേ പ്രോബ്ലംസ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളായിരുന്നു നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. സോ ഇന്ന് നമ്മൾ മെട്രിക്സിലെ പുതിയൊരു ഓപ്പറേഷൻ ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്, ഒരു മെട്രിക്സ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ട്രാൻസ്പോസ് എങ്ങനെ കാണാം, അതുപോലെ രണ്ട് ടൈപ്പ് ഓഫ് മെട്രിക്സുകൾ, സിമ്മെട്രിക് മെട്രിക്സ്, സ്ക്യൂ സിമ്മെട്രിക് മെട്രിക്സ്, ഇതൊക്കെ എന്താണ് എന്നൊക്കെയാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇതെല്ലാം യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ കുറച്ച് പ്രോബ്ലംസും ചെയ്യും. സോ നമുക്ക് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് എന്താണെന്ന് ചെക്ക് ചെയ്യാം. Transpose of a matrix. The matrix obtained by interchanging the rows and columns of a matrix A is called the transpose of A. So, transpose of a matrix A, അതായത് നമുക്കൊരു മെട്രിക്സ് A തന്നിട്ടുണ്ടെങ്കിൽ ആ എയുടെ ട്രാൻസ്പോസ്, എ ട്രാൻസ്പോസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക A റൈസ് ടു T ഓർ A പ്രൈം. ഇങ്ങനെയാണ് നമ്മൾ എ ട്രാൻസ്പോസിനെ ഡിനോട്ട് ചെയ്യുക. സോ എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, എ എന്ന് പറഞ്ഞ മെട്രിക്സിൻ്റെ റോസിനെ കോളംസിനെയും ഇൻ്റർചേഞ്ച് ചെയ്യുക. അതായത് റോസിനെ കോളമായിട്ടും കോളംസിനെ റോസുമായിട്ടും എഴുതുന്നതിനെയാണ് നമ്മൾ ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് എന്ന് പറയാം. സോ നമുക്ക് അതിനുള്ള എക്സാമ്പിൾസ് നോക്കാം. സോ ഈ ഒരു എക്സാമ്പിൾ ചെക്ക് ചെയ്യാം. സോ ഇവിടെ നമ്മുടെ മെട്രിക്സ് ഏതാണ്, മെട്രിക്സ് എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ. സോ 3 റോസ് ആണുള്ളത്. ഏതൊക്കെയാണ് റോസ്? എ ബി സി ഒരു റോ, ഡി ഇ എഫ് സെക്കൻഡ് റോ, ജി എച്ച് ഐ തേർഡ് റോ. കോളംസ് ഏതൊക്കെയാണ്? എ ഡി ജി, ബി ഇ എച്ച്, സി എഫ് ഐ. സോ ഇതിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എന്തായിരിക്കും, റോസിനെ കോളംസ് ആയിട്ട് എഴുതുക, കോളംസിനെ റോസ് ആയിട്ട് എഴുതുക. അപ്പോൾ നമുക്ക് രണ്ടും കൂടി ചെയ്യണമെന്നില്ല, ഏതെങ്കിലും ഒരെണ്ണം ചെയ്താൽ, അതായത് റോസിനെ കോളംസ് ആയിട്ട് എഴുതിയാലോ അല്ലെങ്കിൽ കോളംസിനെ റോസ് ആയിട്ടോ എഴുതുക, ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ തന്നെ ഓട്ടോമാറ്റിക്കലി ഇത് സെക്കൻഡ് തിങ്ങും നടക്കും. സോ നമുക്ക് ഈ ഒരു കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് 3 റോസാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ. സോ ഈ റോസിനെ നമുക്ക് എന്തായിട്ട് എഴുതാം, കോളംസ് ആയിട്ട് എഴുതാം. സോ ഫസ്റ്റ് റോ ഈസ് എ ബി സി. സോ ഫസ്റ്റ് റോയെ നമ്മൾ എന്തായിട്ട് എഴുതും, ഫസ്റ്റ് കോളം. ഇവിടെ ശ്രദ്ധിക്കുക, ട്രാൻസ്പോസിൻ്റെ ഫസ്റ്റ് കോളം എന്താണ്, എ ബി സി. അതായത് നമ്മുടെ തന്നിട്ടുള്ള മെട്രിക്സിൻ്റെ ഫസ്റ്റ് റോയിനെ നമ്മൾ എന്ത് ചെയ്യും, ട്രാൻസ്പോസിൽ ഫസ്റ്റ് കോളമായിട്ട് എഴുതും. ദെൻ സെക്കൻഡ് റോ ഈസ് ഡി ഇ എഫ്. ആ സെക്കൻഡ് റോയിനെ സെക്കൻഡ് കോളമായിട്ട് എഴുതും. ആൻഡ് തേർഡ് റോ ഈസ് ജി എച്ച് ഐ. തേർഡ് റോനെ നമ്മൾ തേർഡ് കോളമായിട്ട് എഴുതും. ഓക്കെ, സോ റോസിനെ നമ്മൾ കോളമാക്കും. ഓട്ടോമാറ്റിക്കലി നമ്മൾ റോസിനെ കോളമാക്കുമ്പോൾ കോളംസ് റോസ് ആയിട്ട് മാറും. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടുത്തെ ഫസ്റ്റ് കോളം ഏതാണ്, എ ഡി ജി ആണ്. സോ ഇങ്ങോട്ട് വരുമ്പോൾ എ ഡി ജി ഈസ് ദി റോ. അതുപോലെ സെക്കൻഡ് കോളം ഈസ് ബി ഇ എച്ച്. ഇവിടെ ബി ഇ എച്ച് ഈസ് ദി സെക്കൻഡ് റോ. സി എഫ് ഐ ഈസ് ദി തേർഡ് കോളം ആൻഡ് ഇവിടെ സി എഫ് ഐ ഈസ് ദി തേർഡ് റോ. സോ ഇത് രണ്ടും കൂടി ചെയ്ത് കൺഫ്യൂസ്ഡ് ആവണ്ട, ഏതെങ്കിലും ഒരെണ്ണം ചെയ്യുക. either റോസിനെ കോളംസ് ആയിട്ട് ഇൻ്റർചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ കോളംസിനെ റോസ് ആയിട്ട് ഇൻ്റർചേഞ്ച് ചെയ്യുക. സോ ഏതെങ്കിലും ഒന്ന് ഓർക്കുക. സോ റോസിനെ കോളമായിട്ട് ഇൻ്റർചേഞ്ച് ചെയ്യുകയാണെങ്കിൽ സോ ഫസ്റ്റ് കോളം എ ബി സി, ഫസ്റ്റ് റോ എ ബി സി, ഇങ്ങോട്ട് വരുമ്പോൾ അത് ഫസ്റ്റ് കോളമായിട്ട് മാറും. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളമാകും, സെക്കൻഡ് റോ സെക്കൻഡ് കോളമാകും, തേർഡ് റോ തേർഡ് കോളാകും. അങ്ങനെ റോസിനെയും കോളംസിനെയും ഇൻ്റർചേഞ്ച് ചെയ്ത് കിട്ടുന്നതാണ് ട്രാൻസ്പോസ്. ഒരു എക്സാമ്പിളും കൂടി നോക്കാം.
സോ ഇവിടെ എ എന്താണ്? 1 5 9 2 3 8 6 8 7. സോ എ ട്രാൻസ്പോസ് കാണാം. എ ട്രാൻസ്പോസ് എങ്ങനെ കാണാം? സോ ഫസ്റ്റ് റോയെ നമ്മൾ എന്തായിട്ട് എഴുതി? കോളമായിട്ട് എഴുതി. സോ 1 5 9 ഈസ് ദ ഫസ്റ്റ് റോ, അതാണ് ട്രാൻസ്പോസിലെ ഫസ്റ്റ് കോളം. ആൻഡ് സെക്കൻഡ് റോ ഈസ് 2 3 8, അതാണ് ഇവിടുത്തെ സെക്കൻഡ് കോളം. ആൻഡ് തേർഡ് റോ ഈസ് 6 8 7. 6 8 7 ഈസ് ദ തേർഡ് കോളം. സോ റോസിനെ കോളംസ് ആയിട്ട് ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതുന്ന മെത്തേഡിനെയാണ് ട്രാൻസ്പോസ് എന്ന് പറയാം. ഇനി നമുക്ക് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കാം. സോ ഫസ്റ്റ് ഈസ് എ പ്ലസ് ബി ഓൾ റൈസ് ടു ട്രീ. അതായത് എ പ്ലസ് ബി, എ എന്ന് പറഞ്ഞൊരു മെട്രിക്സും ബി എന്ന് പറഞ്ഞൊരു മെട്രിക്സും തന്നിട്ട് അത് രണ്ടിനെയും ആഡ് ചെയ്തതിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് ആണ്. സോ എ പ്ലസ് ബി ഓൾ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ്. ആൻഡ് എ ഇൻറ്റു ബി മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ പഠിച്ചിട്ടില്ല. സോ നെക്സ്റ്റ് ക്ലാസ്സിലോ അതിൻ്റെ അടുത്ത ക്ലാസ്സിലോ ആയിട്ട് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ പഠിക്കും. സോ എ ഇൻറ്റു ബി, ദാറ്റ് ഈസ് എ ബി ട്രാൻസ്പോസ് ഈസ് ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്. ആൻഡ് കെ കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കെ എ ഓൾ ട്രാൻസ്പോസ് ഈസ് കെ ഇൻറ്റു എ ട്രാൻസ്പോസ്. ദെൻ ഫോർത്ത് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് റൂൾ, എ ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസ്. അതായത് ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് കാണുക, ആ കിട്ടുന്ന റിസൾട്ടിനെ വീണ്ടും ട്രാൻസ്പോസ് കാണുമ്പോൾ നമുക്ക് ആദ്യത്തെ മെട്രിക്സ് തന്നെ കിട്ടും. അതാണ് എ ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എ. ഈ ഒരു പ്രോപ്പർട്ടീസ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വയ്ക്കുക. ഇതിൻ്റെ പ്രോബ്ലംസ് നമ്മൾ വഴിയെ ചെയ്യും. So next type of matrix is symmetric matrices. എന്താണ് symmetric matrices എന്ന് പറഞ്ഞാൽ നോക്കാം. A matrix A such that A transpose equal to A is called symmetric. So symmetric matrix എന്താണ്? A transpose equal to A ആണെങ്കിൽ നമ്മൾ അത്തരം മെട്രിക്സുകളെ പറയുന്ന പേരാണ് സിമ്മട്രിക് മെട്രിക്സ്. ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് കാണുമ്പോൾ അതേ മെട്രിക്സ് തന്നെ കിട്ടുകയാണെങ്കിൽ നമ്മൾ അത്തരം മെട്രിക്സുകളെ എന്ത് പറയുന്നു? സിമ്മട്രിക് മെട്രിക്സ് എന്ന് പറയും. സോ ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ എ എന്ന് പറഞ്ഞൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്. എ ഈക്വൽ ടു 9 2 3 2 -1 -8 3 -8 0. സോ ഈ എ എന്ന് പറഞ്ഞ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് കണ്ടാൽ നമുക്ക് എന്ത് കിട്ടും? സോ ഫസ്റ്റ് റോയെ 9 2 3നെ നമ്മൾ ഫസ്റ്റ് കോളമാക്കി, സെക്കൻഡ് റോയെ 2 -1 -8നെ നമ്മൾ സെക്കൻഡ് കോളമാക്കി, തേർഡ് റോയെ തേർഡ് കോളാക്കി. സോ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ത് തന്നെയാണ്? എലമെൻറ്റ്സ് ശ്രദ്ധിക്കുക. 9 2 3 9 2 3 2 -1 -8 3 -8 0. സോ നമുക്ക് ട്രാൻസ്പോസ് എന്ത് തന്നെ കിട്ടി? സെയിം മെട്രിക്സ് തന്നെ കിട്ടി. എ എന്ന് പറഞ്ഞ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് കണ്ടപ്പോൾ നമുക്ക് എ തന്നെയാണ് കിട്ടിയത്. സോ എയുടെ പ്രത്യേകത എന്താണ്? എ ഈസ് എ സിമ്മട്രിക് മെട്രിക്സ്. സോ സിമ്മട്രിക് മെട്രിക്സ് എന്താണ്? ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് കാണുമ്പോൾ അതേ മെട്രിക്സ് തന്നെ കിട്ടുകയാണെങ്കിൽ അത്തരം മെട്രിക്സുകളെ നമ്മൾ എന്ത് പറയും? സിമ്മട്രിക് മെട്രിക്സ്. Next type of matrix is skew symmetric matrix. Skew symmetric matrixന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മെട്രിക്സ് എയുടെ ട്രാൻസ്പോസ് കാണുമ്പോൾ ആൻസർ -a ആണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും? എയെ നമ്മൾ പറയുന്ന പേരാണ് സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സ്. സോ ഇവിടെ ഡെഫിനിഷൻ നോക്കാം. എ മെട്രിക്സ് എ സച്ച് ദാറ്റ് A transpose equal to -a is called skew symmetric. So skew symmetric എന്ന് പറഞ്ഞാൽ എന്താണ്? A transpose equal to -a. ഓക്കെ, സോ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം.
സോ ഇവിടെ എ ഈസ് 0 3 4 -3 0 7 -4 -7 0. സോ ഇതിൻ്റെ ട്രാൻസ്പോസ് കാണാം. സോ ഫസ്റ്റ് റോയെ ഫസ്റ്റ് കോളാക്കി 0 3 4. സെക്കൻഡ് റോ -3 0 7 സെക്കൻഡ് കോളം. തേർഡ് റോ -4 -7 0. സോ തേർഡ് കോളം. സോ ഈ കിട്ടിയ എ ട്രാൻസ്പോസും എയും തമ്മിലുള്ള റിലേഷൻ എന്താ നോക്കാം. എയിലെ എല്ലാ എലമെൻറ്റിനും നെഗറ്റീവ് ആഡ് ചെയ്തതാണ് നമ്മുടെ എ ട്രാൻസ്പോസ്. അതായത് എ ട്രാൻസ്പോസ് എന്താണ്? -A ആണ്. എ ട്രാൻസ്പോസ് ഈക്വൽ ടു -A. -A എന്ന് പറഞ്ഞാൽ എന്താണ്? എയിലെ ഓരോ എലമെൻറ്റിനെയും -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്, അല്ലെങ്കിൽ എല്ലാത്തിനും ഒരു മൈനസ് സൈൻ ഇട്ട് കൊടുക്കുക എല്ലാ എലമെൻറ്റിനും. ഇവിടെ എയുടെ ഓരോ എലമെൻറ്റിനും മൈനസ് സൈൻ ഇട്ട് കൊടുത്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടിയത്? -A ഓർ എ ട്രാൻസ്പോസ്. സോ ഏതെങ്കിലും ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് കാണുമ്പോൾ -A കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്തരം മെട്രിക്സുകളെ പറയുന്ന പേരാണ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സസ്. ട്രാൻസ്പോസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് എ is equal to matrix 2 5 -1 2 0 3 and B is equal to matrix 1 2 3 4, find A transpose and B transpose. സോ നമുക്ക് എ എന്ന് പറഞ്ഞൊരു മെട്രിക്സും ബി എന്ന് പറഞ്ഞൊരു മെട്രിക്സും തന്നിട്ടുണ്ട്. എന്നിട്ട് എയുടെയും ബിയുടെയും ട്രാൻസ്പോസ് കാണാനാണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് ആദ്യം എയുടെ ട്രാൻസ്പോസ് കാണാം. എയുടെ ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ എ ഈസ് 2 5 -1 2 0 3. സോ അതിൻ്റെ ട്രാൻസ്പോസ് എന്താണ്? റോസിനെയും കോളത്തിനെയും ഇൻ്റർചേഞ്ച് ചെയ്യുക. സോ ഫസ്റ്റ് കോളം ഏതാണ്? 2 -1 0. സോ അത് നമ്മൾ ഫസ്റ്റ് റോയാക്കി എഴുതി. സെക്കൻഡ് കോളം ഈസ് 5 2 3. അതിനെ നമ്മൾ സെക്കൻഡ് റോയാക്കി എഴുതി. സോ കോളത്തിനെയും റോയെയും ഇൻ്റർചേഞ്ച് ചെയ്ത് നമ്മൾ ട്രാൻസ്പോസ് കണ്ടു. ഓക്കെ, ഇനി ബിയുടെ ട്രാൻസ്പോസ് എന്തായിരിക്കും? 1 2 3 4 ഓൾ ട്രാൻസ്പോസ്. സോ റോ ഫസ്റ്റ് റോ ഈസ് 1 2. സോ ഫസ്റ്റ് കോളം ഈസ് 1 2. സെക്കൻഡ് റോ ഈസ് 3 4. സോ സെക്കൻഡ് കോളം ഈസ് 3 4. ഓക്കെ, ഇനി എ ട്രാൻസ്പോസിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. എയുടെ ഓർഡർ എന്താണ്? എയുടെ ഓർഡർ ഈസ് 3/2. 3 റോസും 2 കോളംസും ആണ്. സോ എയുടെ ഓർഡർ ഈസ് 3/2. ആൻഡ് ഇനി എ ട്രാൻസ്പോസിൻ്റെ ഓർഡർ എന്താ നോക്കൂ. 2 റോസും 2 rows into 3 columns. So A transpose order is 2/3. So എപ്പോഴും ശ്രദ്ധിക്കുക, എയുടെ ഓർഡർ 3/2 ആണെങ്കിൽ എ ട്രാൻസ്പോസിൻ്റെ ഓർഡർ 2/3 ആയിരിക്കും. ഇനി എയുടെ ഓർഡർ m/n ആണെങ്കിൽ എ ട്രാൻസ്പോസിൻ്റെ ഓർഡർ n/m ആയിരിക്കും. സോ ഓർഡർ എപ്പോഴും തിരിഞ്ഞു വരും. ജസ്റ്റ് ജനറലായിട്ട് എപ്പോഴും ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇഫ് എ is equal to matrix 1 2 3 4 and B is equal to matrix 0 -2 -3 -3, then find A plus B all transpose and A minus B all transpose. സോ ക്വസ്റ്റ്യൻ എന്താണ്? നമുക്ക് എ എന്ന് പറഞ്ഞൊരു മെട്രിക്സും ബി എന്ന് പറഞ്ഞൊരു മെട്രിക്സും തന്നിട്ടുണ്ട്. എന്നിട്ട് എ പ്ലസ് ബി ഓൾ ട്രാൻസ്പോസ് കാണാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എ മൈനസ് ബി ഓൾ ട്രാൻസ്പോസും കാണണം. സോ നമുക്ക് എ പ്ലസ് ബിയുടെയും എ മൈനസ് ബിയുടെയും ട്രാൻസ്പോസ് ആണ് കാണേണ്ടത്.
സോ ഇതിനു വേണ്ടി നമ്മൾ ആദ്യം എന്ത് കാണണം? എ പ്ലസ് ബിയും എ മൈനസ് ബിയും കാണണം. സോ നമുക്ക് ആദ്യം എ പ്ലസ് ബി കാണാം. എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു എ. എ ഈസ് 1 2 3 4 പ്ലസ് ബി. ബി ഈസ് 0 മൈനസ് 2 3 മൈനസ് 3. സോ ആഡ് ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു? കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ആഡ് ചെയ്യും. 1 പ്ലസ് 0 ഈസ് 1, 2 plus minus 2, 2 minus 2 is 0, 3 minus 3 is 0, 4 minus 3 is 1. So നമുക്ക് a plus b എന്ത് കിട്ടി? 1 0 0 1. So a plus b all transpose എന്തായിരിക്കും? ഈ 1 0 0 1ൻ്റെ transpose. That is first column is first row. So 1 0 is the first row and 0 1 is the second row. So ഇവിടെ ശ്രദ്ധിക്കുക, എ പ്ലസ് ബിയും എ പ്ലസ് ബി ട്രാൻസ്പോസും സെയിം മെട്രിക്സ് ആണ് കിട്ടിയത്. ദാറ്റ് ഈസ് ഇതിൻ്റെ ട്രാൻസ്പോസ് അതേ എലമെൻറ്റ് തന്നെ. ദാറ്റ് ഈസ് ദിസ് എന്താണ്? സിമ്മെട്രിക് മെട്രിക്സ് ആണ് ഈ കിട്ടിയ 1 0 0 1 എന്ന് പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എ മൈനസ് ബി കാണാം. സോ എ മൈനസ് ബി കാണുമ്പോൾ എന്ത് കിട്ടും? എ ഈസ് 1 2 3 4 ആൻഡ് ബി ഈസ് 0 മൈനസ് 2 മൈനസ് 3 മൈനസ് 3. സോ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 1 മൈനസ് 0 ഈസ് 1, 2 മൈനസ് മൈനസ് 2, 2 മൈനസ് മൈനസ് 2, ദാറ്റ് ഈസ് 2 പ്ലസ് 2 4. Then 3 minus minus 3. That is 6. Next is 4 minus minus 3. That is 4 plus 3 is 7. So ഇങ്ങനെ നമുക്ക് a minus b കിട്ടി 1 4 6 7. So a minus b all transpose എന്തായിരിക്കും? 1 4 is the first row, so 1 4 is the first column, and 6 7 is the second row, so 6 7 is the second column. So റോസിനെയും കോളംസിനെയും ഇൻ്റർചേഞ്ച് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ട്രാൻസ്പോസ് കിട്ടും. സോ ഇവിടെ എ മൈനസ് ബി ഓൾ ട്രാൻസ്പോസ് എ മൈനസ് ബിക്ക് ഈക്വൽ അല്ല. ഈ രണ്ട് മെട്രിക്സുകളും ഈക്വൽ അല്ല. ദാറ്റ് ഈസ് എ മൈനസ് ബി നോട്ട് ഈക്വൽ ടു എ മൈനസ് ബി ഓൾ ട്രാൻസ്പോസ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ മെട്രിക്സ് ഒരു സിമെട്രിക് മെട്രിക്സ് അല്ല എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. If A is equal to matrix 1 2 9 4 and B is equal to 0 minus 2 1 4, then show that A plus B all transpose equal to A transpose plus B transpose. നേരത്തെ ട്രാൻസ്പോസിൻ്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞൊരു പ്രോപ്പർട്ടി ആയിരുന്നു എ പ്ലസ് ബി ഓൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ്. സോ അത് ഷോ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ എന്താണ്? എയും ബിയും നമുക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? എ പ്ലസ് ബി ഓൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ്. സോ ഇതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ആദ്യം നമ്മൾ എ പ്ലസ് ബി ഓൾ ട്രാൻസ്പോസ് കാണും. സോ ആ ഒരു വാല്യൂ കണ്ടുവയ്ക്കും. എന്നിട്ട് എന്ത് ചെയ്യും? എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസിൻ്റെ വാല്യൂ കിട്ടും. ഈ രണ്ട് വാല്യൂസും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യും. സോ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? എ പ്ലസ് ബി ഓൾ ട്രാൻസ്പോസ് കാണാം. സോ എ പ്ലസ് ബി ഓൾ ട്രാൻസ്പോസ് കാണണമെങ്കിൽ നമുക്ക് എന്ത് കാണണം? എ പ്ലസ് ബി കാണണം. സോ നമുക്ക് എ പ്ലസ് ബി കാണാം. സോ എ ഈസ് 1 2 9 4 ആൻഡ് ബി ഈസ് 0 മൈനസ് 2 1 2. സോ ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1 പ്ലസ് 0 ഈസ് 1, 2 മൈനസ് 2 ഈസ് 0, 9 പ്ലസ് 1 ഈസ് 10, 4 പ്ലസ് 4 ഈസ് 8. സോ അങ്ങനെ നമുക്ക് എ പ്ലസ് ബി കിട്ടി. സോ ഇനി എ പ്ലസ് ബി ഓൾ ട്രാൻസ്പോസ് എന്തായിരിക്കും? 1 0 ഈസ് ദ ഫസ്റ്റ് കോളം, 10 8 ഈസ് ദി സെക്കൻഡ് റോ, ദാറ്റ് ഈസ് സെക്കൻഡ് കോളം. സോ എ പ്ലസ് ബി ഓൾ ട്രാൻസ്പോസ് നമുക്ക് എന്ത് കിട്ടി? 1 10 0 8.
ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ട്രാൻസ്പോസ് കാണുന്നത് ഈസി ആയ ഒരു മെത്തേഡാണ്. റോസിനെയും കോളത്തിനെയും ഇൻ്റർചേഞ്ച് ചെയ്താൽ മതി. സോ എ പ്ലസ് ബി ഓൾ ട്രാൻസ്പോസ് നമുക്ക് എന്ത് കിട്ടി? 110.08. അതൊരു ഫസ്റ്റ് ഇക്വേഷനായിട്ട് കൊടുക്കുക. ഇനി നമുക്ക് എന്ത് കിട്ടണം? സോ നമുക്ക് ഷോ ചെയ്യേണ്ട ഇക്വേഷൻ്റെ LHS നമുക്ക് കിട്ടി. ഇനി നമുക്ക് RHS കാണണം. ദാറ്റ് ഈസ് എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ്. അതിനുവേണ്ടി നമുക്ക് ആദ്യം എന്ത് കാണാം? എ ട്രാൻസ്പോസ് കാണാം. സോ എയുടെ ട്രാൻസ്പോസ് എന്തായിരിക്കും വരിക? സോ ഫസ്റ്റ് കോളം ഈസ് 1 2. സോ ഫസ്റ്റ് റോ ഈസ് 1 2. സോ ഇവിടെ ഫസ്റ്റ് കോളം ഈസ് 1 2. സെക്കൻഡ് റോ ഈസ് 9 4. സോ ഇവിടെ സെക്കൻഡ് കോളം ഈസ് 9 4. സോ നമുക്ക് എ ട്രാൻസ്പോസ് എന്ത് കിട്ടി? 1 2 1 9 2 4. ഇതാണ് നമുക്ക് എ ട്രാൻസ്പോസ് കിട്ടിയത്. ഇനി നമുക്ക് എന്ത് കാണണം? ബി ട്രാൻസ്പോസ്. ബി എന്താണ്? 0 -2 1 4. സോ അതിൻ്റെ ട്രാൻസ്പോസ് എന്ത് വരും? ഫസ്റ്റ് കോളം എന്തായിരിക്കും? ഫസ്റ്റ് റോ ഈസ് 0 1. സെക്കൻഡ് റോ ഈസ് -2 4. സോ ബി ട്രാൻസ്പോസ് ഈസ് 0 1 -2 4. സോ എ ട്രാൻസ്പോസും ബി ട്രാൻസ്പോസും കിട്ടി. ഇനി നമുക്ക് എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് കണ്ടുനോക്കാം. ദാറ്റ് ഈസ് ഈ രണ്ടെണ്ണം ആഡ് ചെയ്യാം. ദിസ് ഈസ് എ ട്രാൻസ്പോസ് ബി ട്രാൻസ്പോസ്. 1924 പ്ലസ് 0 1 -2 4 ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1 + 0 1, 9 + 1 10, 2 - 2 0, 4 + 4 8. സോ നമുക്ക് കിട്ടിയത് എന്താണ്? എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് ഈക്വൽ ടു 1 10 0 8. ഇത് തന്നെയല്ലേ എ പ്ലസ് ബി ഓൾ ട്രാൻസ്പോസ് ആയിട്ട് നേരത്തെ നമുക്ക് കിട്ടിയത്? സോ എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് ഈക്വൽ ടു എ പ്ലസ് ബി ഓൾ ട്രാൻസ്പോസ്. നമുക്ക് ഷോ ചെയ്യാനുണ്ടായിരുന്നത് അത് തന്നെയായിരുന്നു. എ പ്ലസ് ബി ഓൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ്. സോ അത് ഈസി ആയിട്ട് കിട്ടി. സോ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത്? നമുക്ക് എയും ബിയും തന്നായിരുന്നു. അത് രണ്ടും യൂസ് ചെയ്ത് എ പ്ലസ് ബി കണ്ടു. എന്നിട്ട് എ പ്ലസ് ബിയുടെ ട്രാൻസ്പോസ് കണ്ടു. ദെൻ നമ്മൾ എന്ത് കണ്ടു? എ ട്രാൻസ്പോസും ബി ട്രാൻസ്പോസും കണ്ട് എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് കണ്ടു. സോ അത് രണ്ടും ഈക്വൽ ആണ്. സോ ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. സോ താങ്ക് യു.